നാനാജിയിലെ കടുവ കുടുംബത്തിൻ്റെ അപൂർവവും അതിഗംഭീരവുമായ സൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ കബനിയിലേക്കാണ് പോയത്. കക്കനക്കോട്ടയിലെ പുതിയ ബസ്സിലെ സഫാരി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. സൈറ്റിങ്സ് പൊതുവെ കുറവാണെന്ന് അറിഞ്ഞിട്ടും എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി തന്നെ പോയതാണ്. പക്ഷേ അവിടെ ചെന്നത് ഒരിക്കലും നഷ്ടമായില്ല. ലെപ്പേർഡിൻ്റെ ഫോട്ടോ വളരെ റെയറായിട്ടാണ് നമുക്ക് കിട്ടാറ്. വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റുകളുടെ ഒരു ഡ്രീം ഷോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ലെപ്പേർഡ് മരത്തിൻ്റെ മേളിലുള്ള കാഴ്ച, അതിഗംഭീരമായ കുറേ വിഷ്വൽസും. മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് ഈ കാട്ടിലൂടെയുള്ള ഡ്രൈവ് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല പച്ചപ്പും റോഡിൻ്റെ സൈഡിൽ നിറച്ച് മൃഗങ്ങളും, അതാണ് ഈ കാട്ടിലെ വഴിയുടെ പ്രത്യേകത. കൂടുതലും നമ്മൾ കാണുന്നത് ഇവരെയാണ് കേട്ടോ, പുള്ളിമാൻ്റെ കൂട്ടങ്ങൾ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൂട്ടങ്ങൾ നമ്മൾ നാനാച്ചി ഗേറ്റ് കടക്കുമ്പോൾ തൊട്ടേ കാണാൻ കഴിയുന്നുണ്ട്. പുതിയ കൊമ്പ് വന്ന് കൊമ്പിലെ വെൽവെറ്റൊക്കെ പോയിട്ട് ഇപ്പം നല്ല ഷാർപ്പായിട്ടുള്ള കൊമ്പായിട്ട് നടക്കുകയാണ്. വർഷത്തിൽ ഒരു തവണ ഇവർ കൊമ്പ് കൊഴിയുന്നതുകൊണ്ട് തന്നെ ഇവരുടെ കൊമ്പിൻ്റെ പല സ്റ്റേജിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. വേനൽക്കാലത്തെ സമയത്തൊക്കെ ഇവിടെ സഫാരിക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇവരെ കാണാൻ കിട്ടാറില്ല കേട്ടോ. വൈൽഡ് ഗോറാണ്. ഒരു നല്ലൊരു മെയിലാണ് ഇപ്പോൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയത്. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിലുള്ള 2 ഫീമെയിൽ ഫ്രണ്ടിൽ മാറി നിൽപ്പുണ്ട്. നമ്മുടെ വണ്ടി കണ്ടിട്ട് ക്രോസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നമ്മളൊരു ശല്യം ഉണ്ടാക്കാതെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ കാട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. 1 മണിക്കൂറാണ് നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ അനുവദിച്ചിരിക്കുന്ന സമയം. നമ്മൾ എൻട്രി ഗേറ്റിൽ നിന്ന് കയറി 1 മണിക്കൂർ കൊണ്ട് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തിറങ്ങും. ഇല്ലെങ്കിൽ 1000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. വഴിയിൽ മൃഗങ്ങൾ റോഡിലൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞാലൊന്നും അതൊന്നും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാഴ്ചകളൊന്നും ഇവിടെ ഇങ്ങനെ നിന്ന് കാണാതെ റോഡിൽ ക്രോസ് ചെയ്യുന്ന മൃഗങ്ങൾ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ റൂട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് വൈൽഡ് ഡോഗ്സിൻ്റെ സൈറ്റിങ് കിട്ടുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ ഇവർ റോഡിലോട്ടൊക്കെ കയറി നടക്കുകയാണ്. വണ്ടിയുടെ മുന്നിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇവരിങ്ങനെ കളിച്ച് നടന്നു. കുറച്ച് നേരം റോഡിൻ്റെ സൈഡിൽ കിടന്ന് പിന്നെ റോഡിലൂടെ നടന്ന് റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് അവന്മാർ ഇങ്ങനെ നടക്കുകയാണ്. വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടത്തിന് പാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണയായി 2ൽ കൂടുതലുള്ള ഗ്രൂപ്പുകളായിട്ടാണ് ഇവരെ മിക്കവാറും കാണാറ്. അത് വലിയ വലിയ ഗ്രൂപ്പുകൾ വരെ കണ്ടിട്ടുണ്ട്. 50 എണ്ണമുള്ള ഗ്രൂപ്പുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാമ്പാടും ഷോലയിൽ ഒരു 15ഓളം വരുന്ന വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു പാക്ക് ഒരു സാമ്പാർ ഡിയറിനെ ഹണ്ട് ചെയ്തിട്ട് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട്. പിന്നെ ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യമൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരുടെ ഹണ്ടിങ്ങും ഇവന്മാരുടെ ഹണ്ടിങ്ങിലെ ക്രൂരതയും കുറിച്ചൊക്കെ. പിന്നെ ഇവരുടെ ഗ്രൂപ്പ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഗ്രൂപ്പിന് ഒരു മെയിൽ ലീഡർ ഉണ്ടാവും. ആൽഫ മെയിൽ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. ഈ പോകുന്ന 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പിൽ ഏറ്റവും പുറകിൽ പോകുന്നവനാണ് ആ ലീഡർ എന്നാണ് തോന്നിയത്. അവൻ്റെ ഫേസിൽ കണ്ണിൻ്റെ ഭാഗത്ത് ചെറിയ മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചില ഫൈറ്റ് കൂടിയിട്ടൊക്കെ സംഭവിച്ചതായിരിക്കാം. റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന വെള്ളം കുടിക്കുന്നതുണ്ടോ. പിന്നെ ഈ റോഡിൽ കൂടെ തന്നെയുള്ള നടപ്പായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മളെ ഇവിടെ ഇവന്മാർ ബ്ലോക്ക് ആക്കിയെന്ന് തന്നെ പറയാം. റോഡിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് ഇവന്മാരെ പേടിപ്പിച്ച് പോകണ്ട എന്ന് വെച്ച് തന്നെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. ഈ കാട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇതിൽ 2 ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉള്ളതാണ്. അതിൽ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ വൈൽഡ് ഡോഗ്സിനെ കണ്ടിരിക്കുന്നത്. ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളോട് പലതവണ സംസാരിച്ചിട്ടുള്ളപ്പോഴും അവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് വൈൽഡ് ആനിമൽസ് അവർക്കങ്ങനെ ഒരു ശല്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണ്. കാട് മൃഗങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് അവരുടെ വാദവും. അവന്മാരങ്ങനെ ആ റോഡിൻ്റെ സൈഡിലേക്ക് നിന്ന സമയത്ത് സൈഡിൽ മാറി മൂത്രം ഒഴിക്കുകയൊക്കെയാണ് കേട്ടോ. അവൻ്റെ ഫേസ് കണ്ടോ, കണ്ണിൻ്റെ മേലൊരു മുറിവിൻ്റെ പാട്. മൂത്രം ഒഴിക്കുന്ന രീതി രസകരമാണ്. ബാക്കിലെ കാല് 2 പൊക്കി പിടിച്ചിട്ടാണ് ഇവന്മാർ നിന്ന് സാധാരണയായി മൂത്രം ഒഴിക്കുന്നത്. അങ്ങനെ 5 മിനിറ്റോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഒരു മാനിൻ്റെ കൂട്ടം റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ. ഓപ്പോസിറ്റ് വന്ന വണ്ടി അവിടെ നിർത്തി, നമ്മളും നിർത്തി. അവരെല്ലാവരും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 2 വണ്ടിയും പാസ് ചെയ്തത്. ഇത് ഇവിടെ സാധാരണയാണ് കേട്ടോ. മിക്കവാറും മാനുകളും കാട്ടുപോത്തുകളും ഒക്കെ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാറ് കാണാറുണ്ട്. പിന്നെ നല്ല ഭാഗ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് പുലിയും കടുവയും ബ്ലാക്ക് ലെപ്പേർഡും ഒക്കെ ക്രോസ് ചെയ്യുന്നതും കാണാൻ പറ്റിയിട്ടുണ്ട്. വൈൽഡ് ഡോഗ്സിൻ്റെ ലെപ്പേർഡിൻ്റെയൊക്കെ ഒരു മെയിൻ ഇരയാണ് കേട്ടോ പുള്ളിമാനുകൾ. കാര്യം വേറൊന്നുമല്ല, ഇവരുടെ വലിയ കൂട്ടം ആയതുകൊണ്ട് തന്നെ ഇവരെ ഹണ്ട് ചെയ്ത് പിടിക്കുക എളുപ്പമാണ്. പിന്നെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരു കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടുന്നതിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കലാണ് പുലിയും വൈൽഡ് ഡോഗ്സും ഒക്കെ ചെയ്യുന്നത്. വൈൽഡ് ഡോഗ്സ് പിന്നെ ഗ്രൂപ്പായിട്ടുള്ള ഹണ്ടായതുകൊണ്ട് ഏതിനെ കിട്ടിയാലും വിടില്ല. പിന്നെ റോഡിൻ്റെ സൈഡിൽ 2 വൈൽഡ് ഗോർ, 2 ഫീമെയിലാണ്.
പച്ചപ്പുള്ള സമയത്ത് മാത്രമേ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇവരെയും പുള്ളിമാനെയൊക്കെ കാണാറുള്ളൂ. ഉണങ്ങിക്കിടക്കുന്ന സമയത്ത് മെയ് മാസത്തിലും ഫെബ്രുവരിയിലും ഒക്കെ നമ്മൾ സഫാരിക്ക് വന്നപ്പോൾ ഈ റോഡ് സൈഡിലൊന്നും ഒരു മൃഗങ്ങളുടെയും സൈറ്റിംഗ് ഇല്ലായിരുന്നു. നൈറ്റ് HD കോട്ട സ്റ്റേ ചെയ്തിട്ട് രാവിലെ കാക്കനക്കോട്ടയിൽ ബസ് സഫാരിക്ക് വന്നതാണ്. 865 രൂപയാണ് ഒരു ടിക്കറ്റ്. 3 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്ന സമയം, 6 മണി തൊട്ട് 9 മണി വരെ. ഈ ബസ്സിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഓഫ്ലൈനായിട്ട് മാത്രമേ ഇതിന് ബുക്കിംഗ് ഉള്ളൂ. ഓൺലൈൻ ബുക്കിംഗ് ന്യൂ ബസ്സിന് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ശരിക്കും പുതിയ ബസ് 3 എണ്ണവും പഴയ ബസ് 1 എണ്ണവുമാണ് ഇവിടെ സഫാരി നടത്തുന്നത്. പഴയ ബസ്സിനേക്കാളും ടേണിംഗ് റേഡിയസ് ഒക്കെ കുറച്ച് കുറവായതുകൊണ്ട് എല്ലാ വഴികളിൽ കൂടെ അതേ സ്പീഡിൽ ഓടിപ്പോകുന്നത് പുതിയ ബസ്സിന് സാധ്യമാകത്തില്ല. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് പുതിയ ബസ് തന്നെയാണ്. സൈഡ് വിൻഡോസ് പഴയ ബസ്സിനേക്കാളും നല്ല വലുതാണ്. വലിപ്പം കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് 3-4 ക്യാമറ വെച്ചിട്ട് ഒരു വിൻഡോയിൽ കൂടെ 4 പേർക്ക് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. സീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് സീറ്റുകളുടെ എണ്ണം ഈ ബസ്സിന് കുറവാണ്. പഴയ ബസ്സിൽ 30-നടുത്ത് സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇതിൽ 22 സീറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്തുള്ള തിക്കും തിരക്കും കുറച്ച് കുറവായിരിക്കും. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഡ്രൈവർ നരസിംഹണ്ണൻ പറഞ്ഞായിരുന്നു, സൈറ്റിങ്സ് വളരെ കുറവാണ്, ആനയും വൈൽഡ് ബോറും മാത്രമൊക്കെ കിട്ടാറുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ബസ് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസായിട്ട് തന്നെ അങ്ങ് കണക്കാക്കാം. അങ്ങനെ കബനിയിലെ ആദ്യത്തെ സൈറ്റിങ് ആന. റോഡിൽ നിന്ന് കുറച്ച് മാറി നിന്ന് പുല്ല് തിന്നുന്ന ഒരു പിടിയാനയാണ്. അങ്ങനെ ആനയെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ഇതാണ് പുതിയ ബസ്സിൻ്റെ ഉൾവശം. ചുറ്റിനും ക്യാമറയൊക്കെയുള്ള ബസ്സാണ് കേട്ടോ. അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ബസ്. പക്ഷേ ചില വളവുകളൊക്കെ പണ്ടത്തെ ബസ് തിരിയുന്ന പോലെ തിരിയത്തില്ല. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് 2 കൊമ്പന്മാർ സൈഡിൽ നിൽക്കുന്നു. ഒരുത്തൻ കുറച്ച് സൈസ് ഉള്ളതും ഒരുത്തൻ ഒരു കുട്ടിക്കൊമ്പനുമാണ്. 2 പേരും പുല്ല് തിന്നലാണ്. രാവിലെ തന്നെ കിട്ടുന്നതൊക്കെ അകത്താക്കിയാലല്ലേ ഇവന്മാരുടെ വയറ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കെങ്കിലും നിറയുള്ളൂ. കുട്ടിക്കൊമ്പനാണെങ്കിലും അവൻ്റെ കൊമ്പിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അവന് ഏകദേശം ഒരു കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു കൊമ്പനാണ്. തീറ്റ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കൈ പൊക്കി മണവും പിടിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ സാമീപ്യം മനസ്സിലാക്കിയിട്ട് മറ്റവനാണെങ്കിൽ അനങ്ങാതെ പ്രതിമ പോലൊരൊറ്റ നിപ്പാണ്. അവനും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലക്ഷണമൊത്ത കൊമ്പൻ തന്നെയാണ്. കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് മെല്ലെ വാലും ചെവിയൊക്കെ ആട്ടി തുടങ്ങി. കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് വേറൊരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടോ, അത് ഈ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ട്രൈബൽ ആൾക്കാരിൽപ്പെട്ട ആരുടെയാണ്. പക്ഷേ പുതിയ ബസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ മരം ഞങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. വണ്ടി അങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞ് ഇറങ്ങി പോവില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാമായിരുന്നു. ചെറിയൊരു കുട്ടിയൊക്കെ ഉള്ളൊരു കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്നത് തന്നെയാണ് സേഫ്. അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവർ നമ്മുടെ നേരെ ചാർജ് ചെയ്ത് വരും. ബസ് പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് പോകാനും കുറച്ച് പാടായിരിക്കും. അലാം കോളൊന്നും കേട്ടില്ലെങ്കിലേ ഇവർ 2 പേരുടെ നിപ്പ് കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഭയങ്കര അലർട്ടായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ നോക്കിയിട്ടാണ് ആ മാനിൻ്റെ നിപ്പ്. മയിലാണെങ്കിൽ അനങ്ങാണ്ട് കുറേ നേരമായിട്ട് ഒറ്റ നിപ്പായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അവരൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. സാധാരണ വല്ല മൃഗങ്ങളുടെ മൂവ്മെൻറ്റൊക്കെ കാണുമ്പോഴാണ് ഇവർ ഇത്രയും അലർട്ടായിട്ട് നിൽക്കാറ്. അങ്ങനെ കാര്യമായ സൈറ്റിംഗ് ഒന്നും ഇല്ലാതെ ആനയുടെ സൈറ്റിങ്ങിലൊക്കെ സംതൃപ്തിപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നരസിംഹണ്ണൻ ഒരു കോൾ വന്നത്. ഒരു ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ലെപ്പേഡ് സാധാരണ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാറിപ്പോകാറാണ് പതിവ്. പക്ഷേ ഇത് മരത്തിൻ്റെ മുകളിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 5-6 വണ്ടികൾ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് മരത്തിൻ്റെ മുകളിലെ ലെപ്പേഡിനെ നോക്കി. ദൂരെ കാണുന്ന മരത്തിൻ്റെ മുകളിൽ ലെപ്പേഡുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഫോണിലൂടെയുള്ള വിഷ്വലിൽ ക്ലാരിറ്റി കുറവായിരിക്കും. നമുക്ക് ഇനി ക്യാമറയിലെ വിഷ്വലിൽ നോക്കാം. മരത്തിൻ്റെ എത്രയും ഹൈറ്റിലാണ് ലെപ്പേഡ് കയറി ഇരിക്കുന്നതെന്നുണ്ടോ. പുലി മരത്തിൽ കയറുമെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു മരത്തിൻ്റെ ഏറ്റവും തുഞ്ചത്തെ അറ്റം വരെ കയറുമെന്നുള്ളത് ആദ്യമായിട്ടുള്ള അറിവാണ്. അത്രയും മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി ഒരു അസ്വസ്ഥത കാണിച്ച് അവിടെ നിന്ന് മെല്ലെ പൊസിഷനൊക്കെ മാറി വേറെ സ്ഥലത്തോട്ടൊക്കെ മാറി ഇരിക്കാനുള്ള ശ്രമമാണ്. വളരെ സിമ്പിളായിട്ടാണ് ആ മരത്തിൻ്റെ മുകളിൽ കൂടെ ചാടി നടക്കുന്നത്. ഇവർ പിടിക്കുന്ന ഇരകളെ മരത്തിൽ കയറ്റി വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കാട്ടിലുള്ള കടുവയും അതുപോലെ വൈൽഡ് ഡോഗ്സും ഒക്കെ ചിലപ്പം ഇവർ പിടിച്ചിടുന്നതിനെ അടിച്ചു മാറ്റി കഴിക്കാറുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇര പിടിച്ചാൽ ഉടനെ തന്നെ മരത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നത്. ഇവരുടെ ശരീരഭാഗത്തിൻ്റെ അത്രയും തന്നെയുള്ള വെയിറ്റുള്ള മൃഗങ്ങളെയൊക്കെ ഇവർ സുഖമായിട്ട് വലിച്ച് മരത്തിൻ്റെ മുകളിൽ കയറ്റും. അങ്ങനെ കുറേ നേരം മേളിൽ നിന്നിറങ്ങി താഴെ വന്ന് വിശ്രമം തുടങ്ങി. ഏകദേശം ഒരു 20 ദിവസത്തോളമായിട്ട് ഇവിടെ ലെപ്പേഡിൻ്റെയും ടൈഗറിൻ്റെയും സൈറ്റിംഗ് ഒന്നും ഇല്ലയെന്ന് തന്നെയാണ് നരസിംഹണ്ണൻ പറഞ്ഞത്.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കിട്ടിയത് ബമ്പർ ലോട്ടറി ലക്കാണ്. വന്നവരെല്ലാം ക്യാമറയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുലി മരത്തിൽ കിടക്കുന്ന വിഷ്വൽ ഇതിലും നന്നായിട്ട് ഇനി കിട്ടാനില്ല. ചിലപ്പോൾ നമ്മൾ കാണാതെ ഈ മരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇവൻ പിടിച്ച ഒരു ഇരയുടെ ബാക്കിയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഈ മരത്തിലൊക്കെ ഇങ്ങനെ പതുങ്ങിയിരുന്ന് കഴിയുമ്പോൾ താഴെ കൂടെ പോകുന്ന ഇരകളെയൊക്കെ ഇവന് സ്പോട്ട് ചെയ്യാനും എളുപ്പമാണ്. അങ്ങനെയാണ് ഇവൻ ഇര പിടിക്കാൻ ഒരു മാർഗം നോക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആംഗിളിലുള്ള ഫോട്ടോസ് തന്നിട്ട് കുറേ നേരം ആ മരത്തിൽ ചുറ്റിപ്പറ്റി നല്ല വിഷ്വലായിരുന്നു. എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മുഖം തിരിച്ച് കാലൊക്കെ ഫ്രീ ആയിട്ട് താഴോട്ടിട്ടിട്ട് ഒരു കിടപ്പാണ്. എത്ര സുഖമായിട്ടാണ് മരത്തിൻ്റെ മേളിൽ ഇവർ കിടന്നുറങ്ങുന്നതെന്ന് നോക്കി. നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പൂച്ച പാരപ്പറ്റിൻ്റെ മേളിലും തട്ടിൻ്റെ മേളിലും ചെറിയ സ്ഥലങ്ങളിലൊക്കെ കിടന്നുറങ്ങുന്ന കാഴ്ചയില്ലേ, അതുപോലെ തന്നെ കാട്ടിലെ ചെറിയ വലിപ്പം കൂടിയ പൂച്ചകൾ. അങ്ങനെ വേണം പുലികളെ വിളിക്കാൻ. ഇന്നത്തെ ബസ് ട്രിപ്പിലുള്ളത് നാനാച്ചിയിൽ നമ്മുടെ കൂടെ വന്ന എല്ലാവരും തന്നെയാണ്. പിന്നെ അതുകൂടാതെ വേറെ 2 ഫാമിലിയുണ്ട്. അവർക്കും പുലിയുടെ സൈറ്റിങ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മുടെയൊക്കെ ക്യാമറയിലെടുത്ത ഫോട്ടോയും വിഷ്വലും ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പം അതൊക്കെ അയച്ചു തരണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്. ശരിക്ക് കുട്ടികളൊക്കെ ആയിട്ട് സഫാരിക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് തന്നെ ഭാഗ്യമാണ്. കുട്ടികൾക്കും കാടിനെയും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് വരാനും ഒക്കെ ഇങ്ങനെയുള്ള സഫാരികളും കാട്ടിലേക്കുള്ള യാത്രകളും ഒക്കെ കാരണമാകുന്നുണ്ടെന്ന് പലരും പറയുന്നുമുണ്ട്. അങ്ങനെ മരത്തിൻ്റെ മേളിൽ കിടന്നതാ വായിക്കോട്ടയൊക്കെ വിട്ട് കുറച്ച് സമയം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് അതിൻ്റെ നേരെ താഴെ വന്നു. മരത്തിൻ്റെ ഗ്യാപ്പിലൂടെ ഒരൊറ്റ ചാട്ടമാണ്. എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റ് കേട്ടതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരു മാൻ കൊമ്പിൽ കോർത്ത് കിടന്ന ഒരു കമ്പ് ഇളക്കി കളയുന്ന സീനായിരുന്നു. വണ്ടിയുടെ മുന്നിൽ കൂടെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ മരത്തിൽ പോയിരുന്ന ഒരു വുഡ്പക്കറാണ്. വൈറ്റ് ബെല്ലീഡ് വുഡ്പക്കർ. മേല് മുഴുവൻ ബ്ലാക്ക് കളറും തലയുടെ മേളിൽ ചെറിയൊരു ചുവപ്പുമാണ് ഇവൻ്റെ കളറ്. ഇത്തവണ കബനി സഫാരിക്ക് വന്നിട്ട് അവസാനമാണ് മയിലിനെ കാണാൻ പറ്റിയതും. കണ്ടത് തന്നെ നല്ലൊരു ഡാൻസുമായിട്ടാണ്. പച്ചപ്പ് സമയമായതുകൊണ്ട് തന്നെ ഇവർ മരത്തിൻ്റെ മേളിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പെട്ടെന്ന് റോഡ് സൈഡിൽ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഇണക്കം കണ്ട് നോക്കിയതാണ്. ഒരു മലയണ്ണാനാണ് മരത്തിൻ്റെ ഇടയിൽ വന്നിട്ട് തളിരിലയൊക്കെ കടിച്ചു തിന്നാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ ബസ്. മേളിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വണ്ടിക്കകത്തും നല്ല വെളിച്ചമാണ്, നല്ല സ്പേഷ്യസുമാണ്. ഒരു സൈഡിൽ സിംഗിൾ സീറ്റും മറ്റേ സൈഡിൽ ഡബിൾ സീറ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് സ്പേസും കിട്ടുന്നുണ്ട്. ഫോട്ടോ എടുക്കാനും സൈഡിലേക്ക് മാറി നിൽക്കാനും ഒക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബസ്സുമാണ്. ലെപ്പേർഡിൻ്റെ വിഷ്വലൊക്കെ കണ്ടിട്ട് നമ്മൾ കാട്ടിൽ നിന്നും പുറത്തേക്കുള്ള യാത്രയിലാണ്. പുതിയ ബസ് സഫാരി ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വന്നപ്പം എന്തായാലും കബനി നമ്മളെ ചതിച്ചുമില്ല, നിരാശപ്പെടുത്തിയില്ല. ഇതുവരെയുള്ള അനുഭവം അതുതന്നെയാണ്. എല്ലാവരും പറയുന്നത് പോലെ കബനി നിരാശപ്പെടുത്താറില്ല. അങ്ങനെ പച്ചപ്പ് നിറഞ്ഞ കാട്ടിൽ നിന്നും സഫാരിയൊക്കെ കഴിഞ്ഞ് ബസ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണിച്ചു തന്ന നരസിംഹണ്ണന് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി. പിന്നെ പോയത് നേരെ കബനി റിസർവോയറിൻ്റെ സൈഡിലേക്കാണ്. കബനിയിലേക്കുള്ള എല്ലാ യാത്രയിലും റിസർവോയറിൻ്റെ സൈഡിലേക്കുള്ള ഒരു വിസിറ്റ് പതിവാണ്. ഇത്തവണ വെള്ളം കയറി കിടന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അധികം ബേഡ്സിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ റോഡിൻ്റെയൊക്കെ സൈഡിൽ കുറേ വെറ്റ്ലാൻഡ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ അപൂർവങ്ങളായിട്ടുള്ള കുറേ ബേഡ്സ് ഉണ്ട്. യൂറേഷ്യൻ കൂത്ത് എന്ന് പറയുന്നൊരു വാട്ടർ ബേഡാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതായ റെഡ് നാപ്പഡ് ഐബിസും ബ്ലാക്ക് ഹെഡഡ് ഐബിസും ഒക്കെ ഈ ഭാഗത്ത് സ്ഥിരമായി കാണാറുമുണ്ട്. പച്ചപ്പ് നിറഞ്ഞ ഫ്രെയിമിലായതുകൊണ്ട് ഇവരെയൊക്കെ കാണാൻ പ്രത്യേകിച്ച് ഭംഗി കൂടുതലുമാണ്. കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഇവരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. നാഗർഹോള ഫോറസ്റ്റിൽ കൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. അവിടെ വീണ്ടും നമ്മൾ രാവിലെ കണ്ട അതേ വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടത്തിന് ഒന്നുകൂടെ കാണാൻ പറ്റി. ചെറിയൊരു മഴയത്ത് പാറപ്പുറത്ത് കയറി വിശ്രമിക്കുന്ന വൈൽഡ് ഡോഗ്സ്. അവരുടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ കാട്ടിൽ നിന്നും പുറത്തിറങ്ങാനായപ്പോഴത്തേക്ക് വീണ്ടും വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു കൂട്ടത്തിനെ കണ്ടു. ചെറുതും വലുതും ഒക്കെയുള്ള ഒരു ചെറിയ കൂട്ടം. 4-5 പേരുണ്ട്. 2 പേര് കുഞ്ഞുങ്ങളുമാണ്. ഇത്തവണത്തെ കബനി യാത്ര വളരെ അടിപൊളിയായിരുന്നു. കടുവയുടെ കുടുംബവും മരത്തിലുള്ള ലെപ്പേഡും റോഡിലുള്ള വൈൽഡ് ഡോഗ്സും അങ്ങനെ കാഴ്ചകളുടെ നല്ലൊരു വിരുന്നാണ് ഇത്തവണ കബനി ഒരുക്കിയത്. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.